ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയാലോ? ഈ ഒരു മസാല മാത്രം മതി കേട്ടോ, ഭക്ഷണം പോകുന്ന വഴി നമ്മൾ അറിയില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കൂടി ചേർക്കണം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ സവാള കനം കുറച്ച് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. സവാള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്തോളൂ, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ളി ഏകദേശം വഴന്ന് വന്നു. ഇപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ചേർക്കാൻ വേണ്ടി പോവാണ്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു മസാല പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ദാ ഇതുപോലെ. അങ്ങനെ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കണം. നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്തോളൂ കേട്ടോ. മല്ലിപ്പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല, എരിവിനനുസരിച്ച് ചേർത്തോളും. അതിനുശേഷം പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുടംപുളി ചേർക്കണം കേട്ടോ ഞാനിവിടെ. നിങ്ങൾക്ക് സാധാ പുളിയാണെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ടിൻ ട്യൂണ, അതിലെ ആ എണ്ണ ഭാഗം ഉണ്ടല്ലോ, നന്നായിട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്ത് കളയണം. അതിനുശേഷം ഇതുപോലെ ട്യൂണ ഫിഷിന് നമുക്ക് അതിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശരിക്കും പുറം രാജ്യത്തുള്ള ആളുകളൊക്കെ ഈ ട്യൂണ ഫിഷിനെ ഇങ്ങനെ തന്നെയാട്ടോ കഴിക്കുക. ഈ എണ്ണ മാറ്റിയിട്ട് അവരങ്ങനെ തന്നെ കഴിക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ്. പക്ഷേ നമുക്കത് കഴിക്കാൻ ഇഷ്ടമാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി മണം വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ട്യൂണ ഫിഷിൻ്റെ മസാല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളി. നല്ല ചോറും പപ്പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല, നമുക്ക് ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.